ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ തേങ്ങ കൊണ്ട് ഒരു ബർഫി ചെയ്യാം. അപ്പം നമ്മൾ ഇത് ശർക്കരയിലാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഞ്ചസാരയെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ശർക്കരയിൽ ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചെയ്ത് നോക്കിയാലോ. നമുക്ക് തേങ്ങ ബർഫിക്ക് വേണ്ടത് തേങ്ങ ഒരു 3 കപ്പ് തേങ്ങ, കപ്പലണ്ടി നമ്മളൊന്നും പൊടിച്ച് വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഏലക്ക പൗഡർ, 3 കപ്പ് തേങ്ങയാണ് നമ്മളൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത്. കപ്പലണ്ടി മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടേ ഉള്ളൂ. കുറച്ച് നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ എല്ലാം ഒരേപോലെ പാകത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റുന്നവരെ കുറച്ച് നെയ്യും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. മധുരത്തിനനുസരിച്ച് നമ്മൾ ഉരുക്കിയ ശർക്കര ചേർക്കാം. അപ്പോൾ ആദ്യം നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശർക്കര ഉരുക്കിയതും കൂടെ ചേർക്കാം. നല്ലപോലെ ആവശ്യത്തിന് വേണ്ടുന്നതനുസരിച്ച് കളർ ചേഞ്ച് ആവുന്നവരെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ മധുരം ആവശ്യത്തിനുണ്ടാവും. നമ്മൾ ഉരുക്കി എടുത്തുകൊണ്ട് അതിൻ്റെ അളവ് ശരിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ കളർ ചേഞ്ച് ആവുന്നവരെ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് മധുരം ഉണ്ടാവും. 3 കപ്പ് തേങ്ങയ്ക്ക് ഒരു 2 കപ്പെങ്കിലും ശർക്കര വേണം. അപ്പം നമ്മളത് 1 കിലോ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് അതിലോരോന്ന് മൂത്ത് വരണം. നമുക്ക് കപ്പലണ്ടിയും കൂടെ ചേർക്കാം. കപ്പലണ്ടി ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ആദ്യം തന്നെ ചേർത്ത് നമുക്ക് ഇപ്പം ഏലക്ക പൗഡറും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒരുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. നമുക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർക്കാം. നമുക്ക് കപ്പലണ്ടി തൊലി ഇല്ലാത്ത കപ്പലണ്ടിയാണ് ഇതെടുത്തിരിക്കുന്നത്. തൊലിയുള്ളതാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ ആ തൊലിയെല്ലാം പോയി തരും. അല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയാൽ മതി. എന്നിട്ട് കൈവച്ച് തിരുമുവാണെങ്കിൽ അതിൻ്റെ തൊലിയെല്ലാം പോകും. അല്ലെങ്കിൽ വെള്ളയായിട്ടുള്ള കപ്പലണ്ടി കിട്ടുവാണെങ്കിൽ അത് മേടിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് കുറച്ച് നല്ലപോലെ ഇളക്കി പാകമായി വരുന്നുണ്ട്. കപ്പലണ്ടിയും കൂടെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്ക് കുറച്ചും കൂടെ ഹെൽത്തിയുമായിരിക്കും. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. എനിക്ക് ഏറെ ഗുണമുള്ളതുമാണ്. കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ കഴിയാറായി. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുമായിരിക്കും. കുറച്ച് നേരം കൂടെ ഇളക്കണം. നമ്മൾ ഈ പാനിൽ നിന്നും അത് വിട്ട് വരുന്ന സമയമാണ് അതിൻ്റെ പാകം. കുറച്ച് നേരം കൂടെ നമുക്ക് ഇളക്കാം. ഒരുവിധമൊക്കെ ശരിയായി വരുന്നുണ്ട്. അധികം സമയവും വേണ്ട, എനിക്ക് ഈസിയുമാണ്. നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് പാകമായി വരുന്നുണ്ട്. നമുക്കൊരു നെയ്യ് തടവിയ പ്ലേറ്റിലോ എണ്ണയോ നെയ്യോ തടവിയ പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. കുറച്ച് കൂടെ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാവും. നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ സോഫ്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഇത്രയും മതിയാവും. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നല്ലപോലെ അത് സെറ്റാക്കി വയ്ക്കണം. നല്ലപോലെ ചൂടോടെ തന്നെ നമുക്ക് സെറ്റാക്കിയാൽ, അല്ലെങ്കിൽ അത് നമുക്കിത് വേണമെങ്കിൽ ഉരുട്ടിയും എടുക്കാം. കപ്പലണ്ടി മിഠായി പോലെ ഉരുട്ടിയും എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തും എടുക്കാം. ഇപ്പം തന്നെ നമുക്കൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇത് സെറ്റായി കഴിയുമ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അധികം സമയം വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പം നിങ്ങളിങ്ങനെ നമുക്ക് ഇപ്പോൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പം നമുക്ക് ഉപയോഗിക്കാം.
അപ്പം നല്ലപോലെ ഇത് സെറ്റായി വരുന്നുണ്ട്. നമുക്കിനിയും ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് കുറച്ച് ഉരുട്ടിയും എടുത്തിട്ടുണ്ട്. അതും കുട്ടികൾക്കൊരു പ്രത്യേകതയായിരിക്കും. ഇങ്ങനെയും ചെയ്ത് നോക്കാം. ബർഫി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് നമ്മൾ ശർക്കരയിൽ ചെയ്തത് പ്രത്യേക ടേസ്റ്റുണ്ട്. നമ്മൾ കപ്പലണ്ടിയൊക്കെ ചേർത്തുകൊണ്ടും പ്രത്യേകതയുണ്ട്. ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് വെക്കേഷനൊക്കെ കഴിയാറായിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.